സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളന വേദിയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് വിലക്കേർപ്പെടുത്തിയതിൽ പ്രതിഷേധം. മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർ ബേസിൽ എന്നീ സ്കൂളുകളെയാണ് വിലക്കിയത്. എന്നാൽ സ്കൂളിന് ഔദ്യോഗികമായി അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോസ് പറഞ്ഞു. സർക്കാരുമായി ആലോചിച്ച് പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്ന് കോതമംഗലം മാർ ബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കുറുപ്പിലും പറഞ്ഞിട്ടുണ്ട്. പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകളോ സർക്കുലറുകളോ ഒന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു വിലക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നിർഭാഗ്യകരമാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് മാത്രമാണ്, അവരുടെ പുരോഗമനത്തിന് വേണ്ടി, അവരുടെ ഏറ്റവും നല്ല ഭാവിക്ക് വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ. ഇതിലെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ കരുണയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരിതിൽ നിന്ന് കൃത്യമായ ഒരു നല്ലൊരു പോസിറ്റീവായ സമീപനം ഞങ്ങൾക്ക് ഉണ്ടാവണം. ഈ വിലക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കണം എന്നുള്ളൊരു ഏറ്റവും വലിയൊരു അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. സംസ്ഥാന കായികമേളയിലുണ്ടായ സംഭവം കുട്ടികൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ കുട്ടികളുണ്ടായ ഒരു വികാരപ്രകടനമാണ്. മാനേജ്മെന്റ് ഭാഗത്തുനിന്നോ സ്കൂളിന്റെ ഭാഗത്തുനിന്നോ അതിനുള്ള യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് 150ഓളം കുട്ടികൾ ഈ സ്കൂളിൽ ഹോസ്റ്റൽ താമസിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ ഭാവിയെ പരിഗണിച്ച് MLA-യുമായിട്ട് ആലോചിച്ച് സർക്കാരുമായിട്ട് സംസാരിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുമായിട്ട് മുമ്പോട്ട് പോകും. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, ഈ രണ്ട് സ്കൂളുകളെയും കായികമേളയിൽ നിന്ന് വിലക്കിയത് കായിക താരങ്ങളായ കുട്ടികളുടെ ഭാവിയെ പോലും ബാധിക്കുന്നതാണ് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. ഔദ്യോഗികമായ അറിയിപ്പുകൾ കിട്ടിയിട്ടില്ല എന്നാണ് രണ്ട് സ്കൂളുകളും പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരുമായി ചർച്ചയ്ക്കാണോ രണ്ട് സ്കൂളുകളും തയ്യാറാകുന്നത്? തീർച്ചയായിട്ടും അത്തരം പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വിലക്ക് നേരിട്ടിരിക്കുന്ന രണ്ട് സ്കൂളുകളുടെയും അധികൃതർ നമ്മളോട് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈ സ്കൂളുകളുടെ ഭാഗമായി ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ദേശീയ മീറ്റുകളിൽ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. സംസ്ഥാന സ്കൂളുകളുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കായിക ഇനത്തിൽ പങ്കെടുത്തതിനെ തുടർന്നൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു വിലക്കുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വിമർശനം. എന്തായാലും ഇക്കാര്യം ഏറെ ദൗർഭാഗ്യകരം എന്നുള്ളതാണ് മലപ്പുറം തിരുനാവായ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധികൃതർ നമ്മളോട് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വിലക്ക് ദൗർഭാഗ്യകരമാണ്, കുട്ടികളുടെ കായിക മോഹങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പണം കടം വാങ്ങിയും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ തന്നെ പല ആളുകളിൽ നിന്നും സംഘടിപ്പിച്ചുമാണ് കുട്ടികളൊക്കെ തന്നെ കായിക ഇനങ്ങളിൽ ഇവിടെ പങ്കെടുത്തിരുന്നത്. പരിമിതമായ സൗകര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആ വിധത്തിൽ പങ്കാളിത്തം കൊണ്ടും അല്ലെങ്കിൽ പ്രകടനം കൊണ്ടും കാഴ്ചവെക്കാൻ കുട്ടികൾക്ക് സാധിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും 2ാം സ്ഥാനം ഉറപ്പിച്ചിരുന്നൊരു പശ്ചാത്തലത്തിലായിരുന്നു അപ്രതീക്ഷിതമായിട്ട് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് മറ്റൊരു സ്കൂളിലെ 2ാം സ്ഥാനത്തെ പ്രഖ്യാപിക്കുന്നത്. അത് വലിയ നിരാശ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് അത്തരമൊരു പ്രതിഷേധം ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെന്റ് ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അന്നുണ്ടായത് കുട്ടികളുടേത് സ്വാഭാവിക പ്രതികരണം മാത്രമാണ്, അതിൽ അധ്യാപകർക്ക് പങ്കില്ല എന്നുള്ളതാണ്. അവരുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്നൊരു നീക്കമാണിപ്പോൾ ഈ ഒരു വിലക്കുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മാനേജ്മെന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. വിലക്ക് നീക്കണം എന്നുള്ളത് തന്നെയാണ് മാനേജ്മെന്റ് അഭ്യർത്ഥിക്കുന്നത്. സർക്കാരുമായി ഒരു പോരാട്ടത്തിനോ അല്ലെങ്കിൽ അത്തരമൊരു പ്രതിഷേധത്തിനോ ഒന്നും തന്നെയല്ല തങ്ങൾ പറയുന്നത്. മറിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് കായികപരമായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിലക്ക് മാറ്റണം, സർക്കാർ കരുണ ചെയ്യണം എന്നുള്ളതാണ് സ്കൂളുകളൊക്കെ തന്നെ അഭ്യർത്ഥിക്കുന്നത്. സമാനമായൊരു നിലപാട് തന്നെ ഇക്കാര്യത്തിൽ കോതമംഗലം മാർ ബേസിൽ സ്കൂളും സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരുമായി ആലോചിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നുള്ളതാണ് മാർ ബേസിൽ സ്കൂളും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കായികമേള ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഈ പറയപ്പെടുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിനെ എന്തായാലും രണ്ട് സ്കൂളുകളുടെ കായികമേളയിൽ നിന്ന് കായിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ട്, രക്ഷിതാക്കളുടെ പ്രതിഷേധമുണ്ട്, കായിക താരങ്ങളുടെ പ്രതിഷേധവുമുണ്ട്. നോക്കാം, ആ വിലക്ക് പിൻവലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.